ഈ നിമിഷം ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, നിങ്ങളും ഞാനും നമ്മുടെ ജീവിതം സെലക്ട് ചെയ്തിട്ടുള്ളത് കഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താ ഇങ്ങനെ പറയുന്നത് എന്നുള്ളത്. ഒന്നുമില്ല, നിങ്ങൾ തിരിഞ്ഞ് നിങ്ങളുടെ ലൈഫിലേക്ക് നോക്കുക. നിങ്ങൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത ആ സമയം തൊട്ട് ഈ ഒരു സമയം വരെ നിങ്ങളുടെ ലൈഫിൽ എന്താ ഉണ്ടായിട്ടുള്ളത്? നിങ്ങളിപ്പോൾ റിച്ച് ആണോ അല്ല പുവർ ആണോ, നിങ്ങൾ എന്ത് നേടി, ഇതൊക്കെ നോക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ ഈ ജീവിച്ചത് മുഴുവൻ എന്താ അത് ചിന്തിക്കുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ലൈഫ് ചൂസ് ചെയ്തിട്ടുള്ളത് കഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ മനസ്സിലാക്കാതെ പോയ കുറച്ച് സത്യങ്ങളുണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മൾ ചേഞ്ച് ചെയ്യണ കുറച്ച് സത്യങ്ങൾ അതാട്ടോ ഞാൻ ഇതിൽ പറയാൻ പോകുന്നത്. എൻ്റെ ലൈഫിൽ എനിക്ക് ഫീൽ ചെയ്തിട്ട് ഞാൻ തിരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ്. അപ്പം എൻ്റെ ലൈഫിൽ എഫക്ട് ചെയ്തിട്ടുള്ളത് ഞാൻ വളരെ ആ ഒരു തോതിലായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ വൈസ് ആയിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ എന്ത് ജേണിയാണോ ആ രീതിയിൽ നിങ്ങൾക്ക് നോക്കാട്ടോ. ഇനി സാധാരണ ഒരു ഹൗസ് വൈഫ് ആണെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് കണക്ട് ആവും കേട്ടോ. അപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് ചേഞ്ച് വരാൻ തോന്നിയിട്ടുള്ള കുറച്ച് സത്യങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അതാട്ടോ ഞാൻ ഇപ്പോൾ ഇതിൽ പറയുമ്പോൾ നിങ്ങൾ. അപ്പം ഞാൻ എൻ്റെ ലൈഫിലേക്ക് തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ലൈഫിൽ ഒന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു കാര്യവും മൂവ് ചെയ്ത് പോയിട്ടില്ല. എൻ്റെ ലൈഫിൽ എല്ലാം അതേപോലെ സ്റ്റക്കാണ്. എനിക്കൊന്നും നേടാൻ പറ്റിയിട്ടില്ല. എൻ്റെ ലൈഫിൽ ഒന്നുമില്ല. അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ ആലോചിച്ചു എന്താ എൻ്റെ ലൈഫ് ഇങ്ങനെയെന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ ലൈഫ് മാത്രമാണല്ലോ ഇങ്ങനെ, അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, നമ്മൾ ദൈവത്തെ പഴിക്കുക അല്ലെങ്കിൽ നമ്മളെ തന്നെ പഴിക്കുക ആ രീതിയിലാട്ടോ പറച്ചിൽ. ഇപ്പം എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, ഞാൻ മാത്രമാണല്ലോ ഇങ്ങനെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ കൊള്ളാത്തത് കൊണ്ടാണ്, എനിക്ക് പറ്റാത്തത് കൊണ്ടാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എൻ്റെ തലയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ സത്യങ്ങളല്ല, കുറച്ചിരുന്ന് ചിന്തിച്ചപ്പോഴും കുറേ ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് സാധാരണ ഹൗസ് വൈഫിൻ്റെ ഒരു ലൈഫാണ്. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും അടങ്ങിയുള്ള ഒരു ജീവിതമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജോബോ ഒരു ജോലിയോ ഒന്നുമല്ല. എൻ്റെ ലൈഫിൻ്റെ ഉള്ളിലാണ്. പക്ഷേ എനിക്കെന്ന് പറഞ്ഞൊരു ലൈഫില്ല, ഞങ്ങൾക്ക് എന്ന് പറഞ്ഞൊരു ലൈഫാണ്. അപ്പം ഞങ്ങളുടെ ലൈഫിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു നല്ല പൊസിഷനിൽ ഇരുന്ന ആ സമയത്ത് നമ്മൾ ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട്. ഒത്തിരി പേർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരെ കണ്ണുനീര് കണ്ടിട്ട് അവരെ തുടയ്ക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു സമയത്ത് വീണുപോയ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല ഒന്ന് കണ്ണുനീർ തുടക്കാൻ, അല്ലെങ്കിൽ ഒരു സഹായത്തിനോട് ചെറിയ രീതിയിലെങ്കിലും ഫിനാൻഷ്യലി ആണ് ഭയങ്കര ഡൗൺ ആയിരുന്ന സമയത്ത് പോലും ഒന്ന് സഹായിക്കാമെന്ന് ചോദിച്ചിട്ട് ഒരു പേരും നമ്മളുടെ എന്ത് റിലേറ്റീവ്സ് ആയിക്കോട്ടെ എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഒരു പേരും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് എനിക്ക് റിയലൈസ് ചെയ്ത ആദ്യത്തെ സത്യം, നമ്മൾ എവിടെ വീണ് പോയിട്ടുണ്ടെങ്കിലും നമ്മൾ എന്ത് ബുദ്ധിമുട്ടിലായി കഴിഞ്ഞാലും ഒരു വ്യക്തികളും പുറത്തുള്ള ഒരു ആൾക്കാരും നമ്മളുടെ കൂടെ ഉണ്ടാവില്ല. നമ്മളുടെ കൂടെ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മനസ്സിലാക്കേണ്ടത് അത് ഒരു പക്ഷേ അവർ കുറച്ച് പേര് നമ്മൾ ഒഴിവാക്കി പോകുന്നതായിരിക്കാം. അവരുടെ സെൽഫായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് സെൽഫിഷായിട്ട്. മറ്റു ചിലർ എന്താണെന്നറിയോ, അവരുടെ ലൈഫിൽ ബിസിയാണ്. നമുക്ക് അവരെ കുറ്റം പറയാനേ പറ്റില്ല. കാരണം ഒരു പക്ഷേ നമ്മുടെ ആ ഒരു സമയത്ത് നമ്മൾ ബിസി ആയിരിക്കുമ്പോൾ ഇതുപോലെ അവർ ചിന്തിച്ചിട്ടുണ്ടാവും. നമ്മളുടെ ചില ആൾക്കാരുടെ ലൈഫിൽ അവർ ബിസി ആയിരിക്കാം. അപ്പോൾ അവർ നമുക്ക് ടൈം തരുന്നില്ല എന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ അവർ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ കാര്യമില്ല. കാരണം അവർ ബിസി ആയിട്ട് അവരുടെ ലൈഫ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അറ്റ്സ് ഗുഡ്. അല്ലാതെ നമ്മളെ മനസ്സിലാക്കിയിട്ടും ചെയ്യാൻ താല്പര്യമില്ലാതെ സെൽഫിഷായിട്ട് മാറി നിന്ന ആൾക്കാരും ഉണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീണ് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പ്രതിസന്ധിയിൽ എത്തുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുക. അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് തകർന്നു പോവുക. കാരണം നമ്മൾ മുന്നേ സഹായിച്ചവരായിരിക്കാം, നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തവരായിരിക്കാം. അവർ നമ്മളെ കാണാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം. അപ്പം നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണോ, നമ്മളെ ലൈഫ് പുഷ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് വേണ്ടിയിട്ട് ആരും വരില്ല. അത് നമ്മൾ തന്നെ ചെയ്യണം. പറഞ്ഞിട്ടുണ്ട് മുമ്പിൽ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ വീട്ടിൽ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കാമെന്ന് തിരഞ്ഞെടുത്ത ഒരാളാണ്. ഡിഗ്രി കഴിഞ്ഞിട്ടും ഞാൻ ജോബോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ എവിടെയും സ്റ്റക്കായി ഇരിക്കുക എന്നുള്ളത് ഞാൻ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ ഇന്നെ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നതും. ഞാൻ പറയുന്നില്ലേ, നമ്മളൊരു കാര്യത്തിൽ നിന്നും ഫിനാൻഷ്യലി ഒരു ഇൻഡിപെൻഡൻ്റ് ആവുക, അല്ലെങ്കിൽ നമുക്കൊരു പണം നേടിയെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എത്ര പണത്തിൻ്റെ പിന്നാലെ ഓടരുതെന്ന് പറഞ്ഞാലും എനിക്ക് പറയാനുള്ള ലൈഫിൽ അതില്ലെങ്കിൽ എവിടെയും വാല്യൂ ഉണ്ടാവില്ല. പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ഫിനാൻസ് പറയുന്നത് നമുക്ക് പിന്നെ വരുന്ന കാര്യമാണ്. ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ മെൻ്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളുടെ ഒരു ഹാപ്പിനെസ്. നമ്മളുടെ ഒരു കാര്യം നമ്മളായിട്ട് ഒരു സർക്കംസ്റ്റാൻസസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. അതിനുശേഷമാണ് പിന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരിക, നമ്മൾ വളരുക, നമുക്ക് നമുക്ക് ഒരുപാട് പണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു ചുറ്റുപാടിൽ നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളൊരു വർക്ക് പ്രഷറിൽ എന്തായിക്കോട്ടെ എന്തിലും നിൽക്കുന്ന ഒരു ആൾക്കാരും ആ മെൻ്റലി അതൊന്ന് പൊട്ടിച്ച് പുറത്തേക്ക് വരിക എന്നുള്ളതാണ് അത്യാവശ്യമുള്ള കാര്യം. പിന്നെ നമ്മളെ പറ്റി തന്നെ പഠിക്കാം. നമുക്ക് എന്താണ് നമുക്ക് പുറത്ത് വന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് നേടാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാറ്റഗറി, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്കില്ല് എന്താണെന്ന് പഠിച്ചെടുക്കുക. പിന്നെ വേണ്ടുന്ന കാര്യം, നമ്മളെല്ലാവരും ഒരു കംഫർട്ട് സോണിലാണ് ഇരിക്കുക. നമ്മുടേതായ ഒരു ലോകത്തേക്ക് ഇരിക്കുക. അതൊരു ജോബിൽ കയറി നിൽക്കുന്ന ആൾക്കാർ ആ ഒരു ലോകത്ത് മാത്രം ഇരിക്കുക. എന്തായിക്കോട്ടെ ആ ലോകത്ത് ഇരിക്കാതെ അത് പൊട്ടിച്ച് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അത് പുഷ് ചെയ്ത് അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ ഒരിക്കലും ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കി അതിലേക്ക് ഇരിക്കാതെ അത് പൊട്ടിച്ച് നമ്മുടെ ഒരു ലോകം സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് ഇറങ്ങി തിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. നമ്മൾ ആദ്യം മനസ്സിലാക്കിയല്ലോ, നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ സത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയും തളർന്നു പോയി കഴിഞ്ഞാൽ ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല.
ഉണ്ടാവില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ ഞാൻ ഇപ്പോൾ ഇതിൽ പറഞ്ഞത്. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഫോം ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യം കേട്ടോ അത്. നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും നിങ്ങളെ സേവ് ചെയ്യാൻ ആരും വരികയില്ല, നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് നോക്കേണ്ട ഒരു കാര്യം തരാം നിങ്ങളുടെ ഹെൽത്ത് ആട്ടോ. കാരണം പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഏറ്റവും ബാധിച്ചിട്ടുള്ള ഒരു കാര്യം കേട്ടോ അത്. നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ വീട്ടിലെ കാര്യങ്ങളും ഇതൊക്കെ ചെയ്യുക, അതുപോലെ ഒരുപാട് ഫുഡ് വേസ്റ്റ് വരുന്ന ഫുഡൊക്കെ കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്തും അത് വളരെയധികം ഒരു വീട്ടമ്മ എന്ന നിലയിൽ എന്നെ ബാധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ ഇപ്പോൾ പ്രോപ്പറായിട്ട് നോക്കിയാൽ മാത്രമേ ഒരു 40 years ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ലൈഫിലേക്ക് ഒരുപാട് രോഗങ്ങൾ കടന്നു വരാം. അതൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് ഒന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ട ഒരു കാര്യം കേട്ടോ. പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അത്. അതൊരു സത്യമാണ്. അതാണ് ഞാനിവിടെ പറഞ്ഞത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളൊരു 20 കഴിഞ്ഞ് നിങ്ങൾ സാധാരണ നോർമൽ ലൈഫിൽ ഇങ്ങനെ സാധാരണ പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വൈറ്റ് കോളർ ജോബ് നിങ്ങളൊരു ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുകയാണ്, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഓഫീസിലെ കാര്യങ്ങൾക്ക് വേണ്ടി സാറിന് വേണ്ടി നിങ്ങൾ മസ്റ്റായിട്ട് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹെൽത്ത് നോക്കുന്നുണ്ടാവില്ല. കുറേ ഇങ്ങനെ കുത്തിയിരുന്ന് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഫാറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് കൊളസ്ട്രോൾ, പ്രഷർ ഇതുപോലത്തെ അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ വേണ്ടി ചിലപ്പം വർക്ക് പ്രഷർ കൊണ്ട് നമുക്ക് പ്രഷർ പോലത്തെ അസുഖങ്ങളൊക്കെ വരാൻ ഭയങ്കരമായിട്ട് ചാൻസ് ഉണ്ട്. ആ സമയത്ത് നമ്മൾ നമ്മുടെ മെൻ്റൽ ആ ഒരു സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് എക്സസൈസും ഡയറ്റും ഇതൊക്കെ പ്രോപ്പറായിട്ട് നോക്കുക. ഇത് പലരും ചെയ്യുന്നില്ല. ഒരു സത്യത്തെ എല്ലാവരും തിരിച്ചറിയേണ്ട അത്യാവശ്യം കേട്ടോ. നമ്മൾ എന്തായാലും ഇപ്പോൾ വീട്ടമ്മയായിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും തീർച്ചയായിട്ടും ഏജ് കഴിയുമ്പോൾ നമ്മുടെ മെറ്റബോളിസം ഒക്കെ കുറയും. നമ്മൾ എന്തായാലും ഫാറ്റ് വെക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ അടക്കം ഫാറ്റ് വെച്ചിട്ടിരിക്കുന്ന ഒരാളാണ്. വളരെ മെലിഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് ഇപ്പോഴും ആ ഒരു അവസ്ഥ മറികടക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള രീതിയിൽ ഒന്നും ചെയ്യരുത്. എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ വെയിറ്റ് ലോസ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഡയറ്റ് കീപ്പ് ചെയ്യാനും ഒക്കെ നിങ്ങൾ മുന്നോട്ട് നോക്കേണ്ട അത്യാവശ്യമുണ്ട്. ഹെൽത്ത് ഈസ് വെരി മസ്റ്റാണ്. ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫ് നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റൂ. ആ സത്യാവസ്ഥയും കൂടി എല്ലാവരും തിരിച്ചറിയേണ്ടതാണ്. ഇനി എനിക്ക് നിങ്ങളോട് പറയാൻ, നിങ്ങളെ മനസ്സിലാക്കുക ഒരു വ്യക്തികളും നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. എല്ലാവർക്കും ചോദിക്കാൻ നീ എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ എന്താ നിന്റെ ലൈഫ് ഒന്നും മൂവ് ഓൺ ചെയ്യാത്തതെന്നായിരിക്കും ചോദ്യങ്ങളുണ്ടാവും. പക്ഷെ അവരുടെ അടുത്ത് നമുക്ക് ഒരു മറുപടിയില്ല. ഒരു ദിവസം നമുക്ക് അവരെല്ലാവരുടെ മുമ്പിൽ നമ്മൾ ഭയങ്കരമായിട്ട് പ്രൗഡ് ഫീൽ ചെയ്ത് ഒരു ദിവസം വരും. അങ്ങനെ ഒരു ദിവസം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി തിരിച്ചൊരു പോക്ക് നിങ്ങളുടെ ലൈഫിലേക്കില്ല. തിരിച്ചു പോയിട്ട് ഇനി എല്ലാം ലെവലാക്കി കൊണ്ടുവരാനൊന്നും പറ്റില്ല. നമ്മളെ ലൈഫ് ഇപ്പം 20s ഒരാളാണ്, ചിലപ്പം ചില ആൾക്കാർ 30, ഞാനൊക്കെ 30+ ഇയേഴ്സിലിരിക്കുന്ന ഒരാളാണ്. എൻ്റെ ലൈഫിലേക്ക് ഇനി തിരിച്ചു പോവുക, സ്ലോലി ഒരു വർക്ക് ചെയ്ത് വരിക ഒന്നും നടക്കുന്ന കാര്യമല്ല. ഹാർഡ് വർക്ക് നമ്മൾ എല്ലാവരും ചെയ്യുന്നുണ്ടാവും. നമ്മളെ ലൈഫൊക്കെ എവിടേക്ക് എത്തിക്കാൻ എല്ലാവരും ഹാർഡ് വർക്കിങ്ങിലായിരിക്കും. ഹാർഡ് വർക്കും നമ്മളെ ലൈഫ് എങ്ങനെ ഒരു പൊസിഷനിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാന്നുള്ള രീതിയിൽ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇനി അങ്ങോട്ട് ഹാർഡ് വർക്കിംഗ് മാത്രമായി കഴിഞ്ഞാൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്മാർട്ട് വർക്ക് നമ്മൾ ബുദ്ധിമുട്ട് ചിന്തിച്ചിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ ശ്രമിക്കുക. നമ്മുടെ ലൈഫിൽ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്ന ഒരു ജോബിൽ ഒരു കാര്യത്തിൽ നിങ്ങൾ കൂടുതലായിട്ട് കുറച്ചും കൂടെ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കണക്ഷൻസ് ഉണ്ടാക്കാനും കുറച്ചും കൂടെ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അതല്ലാതെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി തിരിച്ചൊരു പോക്കില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ നിങ്ങളിത് ചെയ്യില്ല എന്നുള്ള മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതും റെഡിയല്ല, നിങ്ങളിതൊന്നും മോൺ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് സ്മാർട്ടായിട്ട് പോകാൻ വേണ്ടി റെഡി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒരു സമയത്തുമ്പോൾ നിങ്ങളൊരു ലൈഫിലേക്ക് എത്തുമല്ലോ, ഒരു പ്രായത്തിലേക്ക് എത്തുമല്ലോ, ആ ഭാഗത്ത് തിരിഞ്ഞ് നോക്കുമ്പോഴും നിങ്ങളുടെ ലൈഫ് എപ്പോഴും ബിഗ് സീറോ ആയിരിക്കും. അപ്പം നിങ്ങൾ തിരിച്ചറിയേണ്ട സത്യങ്ങളാണ് ഇതൊക്കെ. നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങളിതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ എന്തായി കഴിഞ്ഞാലും നിങ്ങളുടെ ലൈഫിൽ ഒരു നേട്ടം നിങ്ങൾക്ക് കൈവരിക്കാൻ പറ്റും. നമ്മുടെ ലൈഫ് എപ്പോഴും നമ്മൾ സ്റ്റക്കായിട്ട് അല്ലെങ്കിൽ നമ്മളെ പറ്റിയിട്ട് അയ്യോ അവൻ്റെ ലൈഫ് എന്താ ഇങ്ങനെ, അവൻ ഇങ്ങനെയാണ് എന്ന് പറയാതെ അവൻ നന്നായി അല്ലെങ്കിൽ അവൻ നല്ല രീതിയിൽ എത്തി എന്നുള്ളത് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളത് നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്ന ഒരു കാര്യമല്ലേ. അത് പറയാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ പറ്റിയിട്ട് ഒരു കുറ്റം പറയുമ്പോൾ നമുക്ക് അത്രയും വിഷമമായിരിക്കും. പക്ഷേ ഇത് പറയണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിൽ ചെയ്യണം, എന്നാൽ മാത്രമേ എല്ലാവരും പറയുള്ളൂ. നമ്മുടെ ലൈഫ് എപ്പോഴും നമ്മൾ സ്റ്റക്കായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും മൂവ് ഓൺ ചെയ്യില്ല. നമ്മൾ എപ്പോഴും ചെയ്യണം. ഇപ്പം ഞാനിത് ഇരുന്ന് എൻ്റെ ലൈഫിൽ ചിന്തിച്ച് തുടങ്ങുമ്പോഴാണ് എനിക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. നമ്മൾ നമ്മുടെ ലൈഫിൽ ഇരുന്ന് ബാക്കിലേക്ക് മുമ്പിലേക്കൊക്കെ ഒന്ന് ചിന്തിക്കും. നമ്മൾ ഫ്യൂച്ചറും സ്വപ്നം കാണുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. കാരണം നമ്മൾ കാണണം, നമ്മൾ ഡ്രീംസ് കാണുമ്പോൾ മാത്രമേ നമുക്ക് അവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു ആ ഒരു ത്വര ഉണ്ടാവില്ല, ആ ഒരു വാശി ഉണ്ടാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഈ കുറച്ച് സത്യങ്ങൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി കുറച്ച് സത്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ചിന്തിച്ചിട്ട് അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരും കേട്ടോ. ആദ്യമൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്യും, പിന്നെ നിങ്ങൾക്ക് അത് ഡെവലപ്പ് ആയിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചില്ലേ, നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പെടാനാണോ ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്കിപ്പോൾ നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ലൈഫിൽ ഓരോരുത്തർക്കും ഹാപ്പിനെസ് ആണ് വേണ്ടത് അല്ലേ? നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ആവശ്യമുള്ളത് ഹാപ്പിനെസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കഷ്ടപ്പെടാനാണോ കഷ്ടപ്പെടാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോകാം കേട്ടോ. അല്ല, നിങ്ങൾ ഈ പറഞ്ഞ കുറച്ച് സത്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങളും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. ഞാൻ ഈ ചിന്തിച്ച പോലെയൊക്കെ തന്നെ നിങ്ങൾ ഇത്രയും ബ്ലേസിയൊക്കെ ആയിട്ട് തന്നെ ആയിരിക്കും. എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആണ് നിങ്ങളെങ്കിൽ നിങ്ങളിത് മാറ്റാൻ വേണ്ടിയിട്ട് ഈ സത്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്കിതൊരു മാറ്റം വരുത്തിയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഹാപ്പിനെസ് കൊണ്ടുവരാം. നിങ്ങൾ ഹാപ്പിനെസ് എന്നുള്ളൊരു ചോയ്സ് ആണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ,
അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ.